ചെയ്യാൻ മറന്നുപോയി, സോറി. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റും നമ്മുടെ കമ്പനി. ഇനി പറയണോ, ഒരിക്കൽ കൂടെ പറയണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ കമ്പനിയെ കുറിച്ച്, പ്രോഡക്റ്റിനെ കുറിച്ച്, ഈ പിങ്ക് ജോബ് എന്താണ് എന്നുള്ളതൊക്കെ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ പിങ്ക് ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈസൽ CS അതുപോലെ നബീല മാം, അതുപോലെ നമ്മുടെ ഹസീന മാം ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഡയറക്ടേഴ്സ് ടീമുണ്ട്. അതുപോലെ ചീഫ് കോർഡിനേറ്റർ മിസ്റ്റർ ഫൈസൽ സിയെ, അതുപോലെ ഇവിടെ കോർഡിനേറ്റർ ആയിട്ട് ഞാനുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഒരു വുമൺ എംപവർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ സ്ത്രീകളെ കൊണ്ടുവരികയാണ്. അതിനു മുന്നേ തന്നെ 2021 കൂടി ഈ ഒരു പിങ്ക് ജോബ് കമ്പനി മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. കാരണം സ്ത്രീകളുടെ ഉന്നമനത്തിനായി അവരുടെ ഒരു ജോബ്, അതുപോലെ അവരുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന ഇന്ന് നൽകുന്ന ക്ലാസ് പോലും സ്ത്രീകളുടെ എന്താണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അതായത് ഒരു എംപവർ, ഒരു ലേഡി എങ്ങനെ എംപവർ ചെയ്യണം എന്നുള്ളതിന്റെയൊക്കെ മുന്നോടിയായിട്ടാണ് ഈ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി വിറ്റ് നമ്മൾ കുറെ ക്യാഷ് മാത്രം ഉണ്ടാക്കിയത് കൊണ്ട് നമുക്കൊരിക്കലും ഒരു ശാക്തീകരണത്തിലേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓവറോൾ നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ക്ലാസ് എടുക്കാൻ നമ്മുടെ മാം വന്നിട്ടുണ്ട്. അപ്പൊ മാമിനെ നമുക്ക് വെൽക്കം ചെയ്യാം. വേറെ ആരുമല്ല, നമ്മുടെ ഒരു മിനിറ്റ്, സ്ക്രീന് ഓഫ് ആക്കല്ലോ അല്ലേ? ഓക്കെ. കമ്പനിയെ കുറിച്ച് അറിയാത്ത പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയാണ് പെട്ടെന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു പോയത്. നമ്മുടെ ഫെമിൻ സുനു മാം സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. കൗൺസിലിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്വന്തമായിട്ടൊരു സ്ഥാപനമൊക്കെ ഉള്ള ഒരു മാമാണ്. അതായത് ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ് രംഗത്ത് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മാനസികമായി ഉണ്ടാകുന്ന നമ്മുടെ സ്ത്രീകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? നമ്മുടെ മൈൻഡ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയൊക്കെയാണ്, സത്യത്തിൽ നമ്മൾ ആരാണ് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കഴിവുകൾ പോലും നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള കുറെ ആൾക്കാർ ഇങ്ങനെയുള്ള ക്ലാസ്സുകളും മറ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും ഒരു ചെറിയ കാര്യമല്ല. അത് ഒരു നല്ലൊരു ഇതിൽ തന്നെ നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ലേഡീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആരുമില്ല, നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും വേണ്ട. നമ്മുടെ ഈ വിമ്പിളൊക്കെ, സോറി, നമ്മുടെ ഈ പിങ്ക് ജോബിൽ വന്ന ഒരുപാട് ലേഡീസ് ഇപ്പൊ ഒരു ടീമായിട്ട് തന്നെ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഒരു പ്രോബ്ലം വന്നാൽ ഓടി വന്ന് നമ്മളോട് അത് പറയുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളുമായിട്ട് അവര് മുഖാമുഖം ഇരുന്ന് സംസാരിക്കാറുണ്ട്, പലപ്പോഴും കോൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പിങ്ക് ജോബ്. ഓവറോൾ ഈ പിങ്ക് ജോബ് എന്ന് പറയുന്ന സംഭവം ഇതൊക്കെയാണ്. ഒരു ലേഡീസിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക, അവർക്ക് അവരുടെ മെന്റലി, ഫിസിക്കലി, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഉള്ള ഒരു സ്റ്റേബിൾ ആക്കി വിടുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ 36ാമത്തെ സെഷനാണ് നമ്മുടെ ഫെബിൻ സുനു മാം നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട്, ലീഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ മാമിനെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ, അതുപോലെ തന്നെ നമ്മുടെ എന്റെ വ്യക്തിപരമായ പേരിലും പിങ്ക് ജോബിന്റെ പേരിലും ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാണ്. മാക്സിമം കഴിയുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്ത് സഹകരിക്കുക. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു ജാസ്മിൻ മാം. ഓക്കെ, വെൽക്കം മാം. എന്താണ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ പിങ്ക് ലേഡീസിനെ കുറിച്ചാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ മാം. ജാസ്മിൻ മാം പറഞ്ഞപ്പോഴാണ് ഞാനും കൂടുതലായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചത്. നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, അത് കേട്ട പോലെ വിട്ടു പോകുന്നുണ്ട്. പക്ഷെ ഇവരെന്തെല്ലാം ചെയ്യുന്നുണ്ട് ലേഡീസിന് വേണ്ടി. പല കാര്യങ്ങളും പറഞ്ഞ പോലെ വെറുതെ ഒരു പ്രൊഡക്റ്റ് വിറ്റ് അതിന് കാശ് വാങ്ങി ആ ഒരു രീതിയിലല്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം. ഞാനും ഈ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടത് അങ്ങനെ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരു 36ാമത്തെ സെഷൻ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം ആയിട്ട്, ഈ ഒരു 2 വർഷമായിരിക്കും അല്ലേ മാം? നമ്മുടെ പിങ്ക് ജോബിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് 1 വർഷം ആയുള്ളൂ. അപ്പൊ ഈ 1 വർഷത്തിനിടയ്ക്കാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ 2 വർഷത്തോളമായിട്ട് ഞാൻ ഈ ഒരു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്രയും അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങോട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. ഏതായാലും ആണ്. അപ്പൊ താങ്ക് യു മാം. ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത് പറയുമ്പോൾ അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവും. പക്ഷെ പെട്ടെന്ന് ഒരാൾ കയറി വന്നൊരു ക്ലാസ് കണ്ടുപോകുമ്പോൾ എന്താ ഒരു മേഡം വന്ന് ക്ലാസ് എടുത്തു ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അതിന്റെ ബിഹൈൻഡ് ദ സ്ക്രീൻ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയുന്നില്ല.
ഇപ്പൊ നമ്മളൊരു ഫാക്കൽറ്റിയെ ഭയങ്കര കൊണ്ടുവന്നു. റിസ്ക് ആ ആണ്. നമ്മളെ ഓരോ യെസ് യെസ് ആഴ്ചയും ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുക, അതിനുള്ള ആളുകളെ റെഡിയാക്കി വെക്കുക. അപ്പൊ ഒന്നും വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കുക. പിന്നെ പല കാര്യങ്ങളും ഇതിന്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും യെസ് അടിപൊളി, സന്തോഷം. അപ്പൊ ഇങ്ങനെ ഒരു സെഷൻ ഇന്ന് ഇവിടെ കിട്ടിയതിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണാൻ സാധിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല, ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോ എനിക്കൊരു എനർജി വേണ്ടേ? അപ്പോ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. നമ്മൾ സ്ത്രീകൾ മാത്രമേ ഇവിടെയുള്ളൂ, സ്ത്രീകളുടെ കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇനി എനിക്ക് തോന്നുന്നു ചില ആളുകളൊക്കെ കിച്ചണിലായിരിക്കാം, ചിലപ്പം നല്ല ആ ഒരു ലാസ്റ്റ് നിമിഷത്തിലായിരിക്കും അല്ലെ, വീട്ടിലെ ജോലിയുടെ ആ ഒരു അവസാന കലാശക്കൊട്ടിലായിരിക്കാം. അപ്പം അതുകൊണ്ട് കാണിക്കാൻ പറ്റിയ രൂപത്തിലല്ല എന്നത് കൊണ്ടാണോ ആരും ഓപ്പൺ ആയിട്ട് വരാത്തത്? ഓക്കെ, ഒന്ന് മുഖം കാണിച്ചു പോയി. നമ്മുടെ സമീഹ മാം. പറ്റുന്നവര് മാക്സിമം ഒന്ന് ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ച് എനർജി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് സമീഹ മാം ക്യാമറ നിങ്ങളെ ഓൺ ചെയ്യാറില്ല, പക്ഷേ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു ലേഡിയാണ്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. അല്ല, നമ്മുടെ ലേഡീസ് പൊതുവെ അറിയാലോ, എല്ലാവരുടെയും ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ മുഖം കാണിക്കാൻ മടി ഉള്ളവരുണ്ടാവാം, എന്നാൽ അതിലുപരി നമ്മുടെ സിറ്റുവേഷൻ ആണ്, ബാക്ക്ഗ്രൗണ്ട്, നമ്മളുടെ ഡ്രസ്സ്, നമ്മുടെ അതിലെ നമ്മളിപ്പോ നാടൻ ഭാഷയിൽ പറയാൻ അതിന്റെ കോലം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. ഓക്കെ, ഇവിടെ അതൊന്നും ഒരു വിഷയമല്ല. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാല് കുറെ നീട്ടി വലിച്ചൊന്നും പറയാനൊന്നുമില്ല. സ്ത്രീ അറിയാൻ, സ്ത്രീയെ അറിയാൻ. അപ്പൊ സ്ത്രീ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങളല്ല, കുറെ കാര്യങ്ങൾ സ്ത്രീ അറിയാനുണ്ട്. അതേപോലെ തന്നെ സ്ത്രീയെയും അറിയാനുണ്ട്. സത്യം പറഞ്ഞാൽ സ്ത്രീയെ ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പിടുത്തം കൊടുക്കാറില്ല, അത് വേറൊരു പരമാർത്ഥം. നമ്മള് അങ്ങനെ പെട്ടെന്ന് പിടുത്തം കൊടുക്കുന്ന ആളുകളല്ല സ്ത്രീകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇവരെ അറിയാൻ പലരും ശ്രമിക്കാറില്ല, സ്ത്രീകൾ തന്നെ ശ്രമിക്കാറില്ല. പിന്നെയാണ് പുരുഷന്മാർക്ക് ഇനിയിപ്പോ സ്ത്രീകളെ അറിയാൻ. എല്ലാവർക്കും സ്ത്രീയെ അറിയാൻ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. സ്ത്രീ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയെ അറിയാനുള്ള ആഗ്രഹം വരുന്നത് എവിടെയാണ്? നമുക്കറിയാം. ഞാനത് ഒരു സ്പെഷ്യലായിട്ടൊന്നും എടുത്ത് പറയുമൊന്നും വേണ്ടല്ലോ. കൂടുതലും ജെൻഡർ തോട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കലിയാണ് നമ്മൾ പലരും സ്ത്രീയെ കാണുന്നതും അപ്രോച്ച് ചെയ്യുന്നതും സംസാരിക്കുന്നതും സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഒരു ഫിസിക്കലി ആയിരിക്കാം. 100% ആളുകൾ എന്നല്ല, എന്നാലും അല്ലെ ഒരു 50 എബോവ് അങ്ങനെയൊക്കെ തന്നെയാണ്. അതിൽ സംശയങ്ങളൊന്നുമില്ല. നമ്മളെ സൃഷ്ടിപ്പേ അങ്ങനെയാണ്, സൃഷ്ടിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. പക്ഷെ നമ്മൾ മെന്റലി നമ്മൾ എന്താണ്, സ്ത്രീ എന്താണ്, സ്ത്രീ എങ്ങനെയാണ്, ഇതേപോലെ തന്നെ നമുക്ക് ചുറ്റിലുള്ള, അതായത് നമ്മൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മളുടെ പാർട്ട്നേഴ്സ് ആയി മാറി വരുന്ന പുരുഷന്മാരെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലെ. ഇവരൊക്കെ മനുഷ്യരാണ്, ഓരോരോ വ്യക്തികളാണ്. നമ്മളിപ്പോ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്താ പറയാ, ഒരേ തുല്യതാ അവകാശം, സ്ത്രീക്കും പുരുഷനും ഒരേ അവകാശം വേണം. എല്ലാ ജോലികളും പുരുഷൻ ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീയും ചെയ്യുന്നുണ്ട്. സ്ത്രീക്കും അതേ അവകാശം, അല്ലെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ സാധിക്കുമോ? പറ്റുമോ? പ്രയാസമാണ്. കാരണം ശാരീരിക ഘടനയിൽ വ്യത്യാസം ഉള്ളതുപോലെ തന്നെ മാനസിക ഘടനയിലും വളരെയധികം വ്യത്യാസമുണ്ട്. എന്നാൽ അതല്ലാത്ത ചില കാര്യങ്ങളിലും നല്ല വ്യത്യാസം സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ട്. എന്നാൽ സ്ത്രീക്ക് സ്ത്രീയുടേതായ ഒരു പരിഗണനയും ആ ഒരു കാറ്റഗറി, അതായത് ആ ഒരു ഏരിയ സ്ത്രീക്ക് കിട്ടുക തന്നെ വേണം. അത് സ്ത്രീ നേടിയെടുക്കുകയും വേണം. ആരും ഇവിടെ തരുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇത്രയേ ഉള്ളൂ, എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ. നമ്മള് ഒരു അടിമത്ത മനോഭാവമുള്ള ആളുകളായി പോകുന്നതാണ് പ്രശ്നം. അങ്ങനെ അല്ല, നമ്മൾ അങ്ങനെ അടിമത്ത മനോഭാവത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആരും നമ്മളെ പിടിച്ചു വെക്കുന്നൊന്നുമില്ല. പല കാര്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കും, പലതും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും, പലതും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ജസ്റ്റ് ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഫെമിനിസ്റ്റ് ഒന്നുമല്ല. പറഞ്ഞു വരുമ്പോ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയി വരും അല്ലെ. നമ്മള് ആരെന്ത് കുറച്ച് അധികം സ്ത്രീകളെ കുറിച്ച് പറഞ്ഞാല് അവസാനം ഫെമിനിസ്റ്റ് എന്നൊരു ഒരു മുദ്ര ഇങ്ങനെ വരും. അപ്പൊ ഒന്നുമല്ല, എന്നെ കുറിച്ച് ഞാൻ പറയണല്ലോ, അല്ലെങ്കിൽ ഞാൻ പെട്ട ആ ഒരു സമൂഹത്തെ കുറിച്ച് ഞാൻ പറയണല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് സ്ത്രീ? ആരാണ് സ്ത്രീ? സ്ത്രീയെ കുറിച്ച് ഇപ്പൊ ഇന്നലെ ഞാനൊരു ക്യാപ്ഷനിൽ ഇങ്ങനെ പറഞ്ഞു, അമ്മയാണ്, ഭാര്യയാണ്, സഹോദരിയാണ്, മകളാണ്, കാമുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്, ഭയങ്കര ഒരു രസമാണ്, ഒരു എന്തോ ഒരു പ്രത്യേകത നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ അമ്മയായാലും
സഹോദരിയായാലും കാമുകിയായാലും ഭാര്യയായാലും മകളായാലും ഒക്കെ തന്നെ അവിടെ നമുക്ക് എപ്പോഴും ഒരു സെക്കൻഡറി പോലെയാണോ നമുക്ക് ഫീൽ ചെയ്യാറ്? സ്വയം ഫീൽ ചെയ്യാറ്, മറ്റുള്ളവർ തരുന്നതല്ല, സ്വയം ഫീൽ ചെയ്യുന്നത്. സ്വന്തത്തിലേക്ക് ചിന്തിച്ചു നോക്കുക, ഉള്ളിലേക്ക് നമ്മളെ തന്നെ ചിന്തിക്കുക. ഞാൻ മറ്റൊരാൾ തരുന്നതിനെ പറ്റിയോ നമ്മളെ സമൂഹം കാണുന്നതിനെ പറ്റിയോ ഒന്നല്ല സ്ത്രീയെ കുറിച്ച് കാണുന്നത്. ഇനി എന്നെ ഞാൻ നോക്കി കാണുന്നതിനേക്കാൾ ഉപരി എന്റെ കൂടെയുള്ള സ്ത്രീകളെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ എങ്ങനെയാണ്? പെണ്ണല്ലേ, ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പെണ്ണാന്നുള്ള വിചാരമില്ലല്ലോ, പറയാറില്ലേ നമ്മള്? അപ്പൊ സ്ത്രീയെ വളരാൻ അനുവദിക്കാത്തത്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മൾക്ക് മുന്നിൽ ഒരു എന്താ പറയാ, ഒരു ലെയർ പോലെ അല്ലെങ്കിൽ ഒരു തടസ്സം പോലെ നമ്മൾ സൃഷ്ടിക്കുകയാണ്. അത് എന്റെ തടസ്സമായിട്ട് ഞാൻ മാറുന്നു. അതേപോലെ മറ്റ് സ്ത്രീകൾക്കും ഒരു പക്ഷേ വാക്കാലോ നോക്കാലോ പ്രവൃത്തിയാലോ നമ്മൾ ചില സമയങ്ങളിൽ ചിലയിടങ്ങളിൽ തടസ്സമായി മാറാറുണ്ട്. ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ മക്കളായാൽ പോലും നമ്മൾ അത്രയും ആഗ്രഹിച്ച് വളർത്തി എന്നെ പോലെ എന്റെ മകൾ ആവരുത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാവാം. എടി നീ ഇങ്ങനെ പഠിക്കണം, നീ ഇങ്ങനെ ചെയ്യണം, നീ ഉയരണം, വളരണം, അങ്ങനെ എടുക്കണം, നീ ഈ സിലബസ് എടുത്തോ, അല്ലെങ്കിൽ നീ ഈ സബ്ജക്ട് എടുത്തോ എന്നൊക്കെ നമ്മൾ മക്കളെടുത്ത് പറയുന്നുണ്ടാവാം. ഈ പറയുന്ന നമ്മൾ തന്നെ കുറച്ചങ്ങ് ഒതുങ്ങിക്കാള് പറയലില്ലേ? പെണ്ണാന്നുള്ള ബോധം വേണം, കളി കുറച്ച് കൂടുന്നുണ്ട്. ഇത് നമ്മൾ തന്നെയല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എവിടെയാണ് പ്രശ്നം? നമ്മളിലാണ് പ്രശ്നം. പെണ്ണാണ്. ഇത് കേട്ട് ചെറുപ്പം മുതലേ നമ്മൾ ഓരോരുത്തരും കേൾക്കുന്ന വാക്കാണ് പെണ്ണാണ് എന്നൊരു വാക്ക്. പെണ്ണാണ്, ഞാൻ പെണ്ണാണ്, എന്നെ കൊണ്ട് പറ്റും, എനിക്ക് പലതും കഴിയും. നമ്മളിപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടുതലും മതപരമായിട്ട് നോക്കുകയാണെങ്കിലും സ്ത്രീക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നുണ്ട് എല്ലാ മതസ്ഥരും, പ്രത്യേകിച്ച് ഇസ്ലാമിൽ ഇല്ലേ? അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ നടപടിയിൽ നമുക്ക് പല കാര്യങ്ങളിലേക്കും ഇറങ്ങാൻ സ്വാതന്ത്ര്യമുള്ളവരാണ്. അപ്പോ പറഞ്ഞു വരുമ്പോ അങ്ങനെ പോകട്ടോ. അപ്പൊ ഈ സ്ത്രീകളുടെ കാര്യം എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ത്രീക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് മെഡിസിൻ പോലെ സ്ത്രീക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് അറിയാവുന്നതാണ്, പക്ഷെ നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അംഗീകാരമാണ്, പരിഗണനയാണ്, ഒരു കെയറാണ്, അല്ലെ? സ്ത്രീകൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഈ 3 കാര്യങ്ങളാണ്. ഒരു ടച്ച്, അത് അംഗീകാരത്തിലും പരിഗണന എല്ലാത്തിലും കൂടെ പെട്ടൊരു സംഭവം. ഒരു ടച്ച്, ഒരു ഇടയ്ക്കൊന്ന് കൂട്ടിച്ചേർക്കുന്നു, ഒന്ന് ചേർത്ത് പിടിക്കുക. അത് സംസാരത്തിലൂടെ ആയാലും മതി. സ്ത്രീക്ക് കുറെ ഇങ്ങനെ ഫിസിക്കലി കുറെ കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. ഒരു സംസാരത്തിലൂടെ ഒരു നല്ല വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ നമുക്കൊരു ഉഷാറാണ്. നമ്മളെ കൂടെയുള്ള, അത് ഉപ്പയായിക്കോട്ടെ സഹോദരനായിക്കോട്ടെ, ഒരു പുരുഷന്റെ അടുത്ത് നിന്നാണേ കൂടുതലായിട്ട്, ഒരു ഭർത്താവാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. ഒരു 2 വാക്ക് നമ്മളെ കുറിച്ച് വളരെ കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു കാര്യത്തിനായാലും നമ്മളെ ഒന്ന് പൊക്കി പറയേ. വേണ്ട, ഉള്ളത് പറഞ്ഞാൽ മതി, പൊക്കി പറയണ്ട. ഉള്ളതെങ്കിലും പറഞ്ഞാൽ, ഉള്ളത് പോലും പറയാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പറയാൻ ശ്രദ്ധിക്കാത്ത, ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ, എല്ലാം നമ്മൾ അങ്ങ് ചെയ്തു കൊടുക്കുന്ന ആളുകളാണ്. ഒരു വീട്ടിലെ സ്ഥിതി പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ ഇങ്ങനെ കുറെ പറയാനുണ്ടാവും. അതാണ് പ്രശ്നം. ഇപ്പൊ ഒരു വീട്ടിലെ സ്ഥിതി ഒരു തമാശ രൂപേണ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു ഭർത്താവ് ഒന്ന് കുളിക്കാൻ കയറുകയാണെങ്കിലോ കുളിച്ചു വരികയാണെങ്കിലോ, അല്ലെ ഇനിയിപ്പം മക്കളായാലും ഒരു 10 വയസ്സ് 12 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികളുടെ ഉമ്മമാരായാൽ പോലും സഹോദരിയായാൽ പോലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ആൺകുട്ടികൾക്ക് നമ്മൾ വെള്ളം എടുത്തു കൊടുക്കുകയാണ്. ഉമ്മ വെള്ളം, ഉമ്മ അതൊന്നും എടുത്തിനി, ഇതെവിടെ, അത് ഇങ്ങനെ ഷൂവിന്റെ ലേസ് അല്ലെങ്കിൽ ഷൂ, നീ എന്തിന് ഷഡ്ഡി പോലും നമ്മൾ എടുത്തു കൊടുക്കേണ്ട, അല്ലെ? അടിവസ്ത്രങ്ങൾ പോലും നമ്മൾ എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൽ തെറ്റില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ട് പറയല്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് അവിടെ അയച്ചിട്ട് ഇവിടെ അയച്ചിട്ട് അങ്ങനെ പോയി ഇങ്ങനെ പോയി, കൊടുത്താലിട്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന അവസ്ഥയിലേക്കാണ്. എന്നാൽ നമ്മുടെ എനർജി കൂടുതലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് നഷ്ടപ്പെടുത്തുന്നത്.
ചെയ്യാം. നമ്മുടെ ഭർത്താവിനായാലും മക്കൾക്കായാലും വീട്ടിലെ പാരന്റ്സിനായാലും സഹോദരങ്ങൾക്കായാലും നമ്മൾ പരസഹായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഒരു തെറ്റുമില്ല. അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ എപ്പോഴും നമ്മളായിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നത്. അവരൊരിക്കലും ഒരു പക്ഷെ കമാൻഡ് ചെയ്യേ നീ ചെയ്തേ പറ്റൂ അങ്ങനെയൊന്നുമില്ല. ആദ്യം മുതൽക്കേ ഇങ്ങനെ പാടുള്ളൂ എന്ന ഒരു ചിന്ത നമ്മളിൽ വരികയാണ് ചെറുപ്പം മുതലേ. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് നീ വേറെ വീട്ടിലേക്ക് പോവേണ്ടതാണ്, മറ്റു വീട്ടിൽ പോയി പഠിക്കേണ്ടതാണ്. നമ്മളെടുത്ത് സ്ത്രീകളുടെ അടുത്ത് വീട്ടിൽ നിന്ന് കിട്ടുന്ന ശിക്ഷണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കുറച്ച് സംസാര രീതികളൊക്കെ എന്താണ്? മറ്റു വീട്ടിൽ പോവേണ്ടതാണ്. ഇനി ഭക്ഷണമൊക്കെ കുറച്ച് ഈ ഫുഡ് എനിക്ക് പറ്റൂല, എനിക്ക് ഇഷ്ടമല്ല, ഇതൊന്നായി പോയല്ലേ, എന്ത് പറ്റി? ഓക്കെ ഓഡിബിൾ ആണല്ലോ അല്ലെ? എന്തോ ഒരു കണക്ഷൻ പ്രശ്നം വന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഓരോ കാര്യങ്ങളും ചെറുപ്പം മുതലേ കേട്ട് വളർന്നതിന്റെ ഒരു രീതിക്കനുസരിച്ചാണ് ഞാൻ എന്നെ സ്വയം ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ചിന്താഗതിയും നമ്മൾ അങ്ങനെയായി പോകുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ഓട്ടോമാറ്റിക്കലി ആയി പോവാണ്. നമ്മളൊരു 10-12 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഒരു പെൺകുട്ടിയോട് വീട്ടിലായാലും പുറത്തുനിന്നായാലും ഒക്കെ കേൾക്കുന്ന വാക്കുകൾ എന്താണ്? ഈ ഭക്ഷണം ഇതെനിക്ക് ഇഷ്ടമല്ല, ഇതെനിക്ക് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറയുമ്പോഴേക്ക് പെണ്ണാണ്, കഴിച്ചു വളർന്നോ, അല്ലെങ്കിൽ ഇത് വേറൊരു വീട്ടിൽ പോകാനുള്ളതാണ്, നമ്മളുടെ അടുത്ത് ഇതാണ് പറയാ. പക്ഷേ എന്നാ ഒരു ആൺകുട്ടി അതേപോലെ എന്നെ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാർട്ട്ണർ അതേപോലെ അപ്പുറത്തെ വീട്ടിലുണ്ടാവും. അവിടെ നേരെ തിരിച്ചാ ഒരു കല്യാണമൊക്കെ ഉറപ്പിച്ചാല് ഭക്ഷണം ഉണ്ടാക്കി പഠിച്ചോ, നമ്മളടുത്ത് പറയുന്നതാണ് അല്ലെ. കുക്ക് ചെയ്യാനൊക്കെ അറിയോ, കുക്ക് ചെയ്തൊക്കെ പഠിച്ചോട്ടെ. പിന്നെ ഇനിയിപ്പോ ഈ കളിയൊന്നും ഇവിടുത്തെ പോലെ ഒന്നും അവിടെ നടക്കില്ല അല്ലെ. അവിടെ പോയിട്ട് ഇതിഷ്ടല്ല അതിഷ്ടല്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. കുറച്ച് ഒതുങ്ങിയൊക്കെ നിന്നോളാൻ, വായി തോന്നിയൊക്കെ വിളിച്ച് പറയാൻ നിൽക്കണ്ട. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന കമന്റ്സ്. എന്നാൽ ഇതേപോലെ അപ്പുറത്ത് പുരുഷന്മാർക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കിട്ടുന്നത് വേറെ കുറെ കാര്യം, അങ്ങനെ ഇങ്ങനെ പെണ്ണ് കെട്ടി മാറാൻ നിൽക്കണ്ട, അങ്ങനെ ആവണ്ട, ഇങ്ങനെ അതൊക്കെ നോർമലി. പക്ഷേ നമ്മളോട് തന്നെ ഈ ഭർത്താവാൻ പോകുന്ന വ്യക്തിയെ കുറിച്ച് വീട്ടിൽ നിന്ന് തരുന്ന വേറെ കുറച്ച് രസകരമായ കാര്യങ്ങളുണ്ട്. അവനെന്താ ഇഷ്ടം എന്നൊക്കെ നോക്കി പഠിച്ചൊക്കെ വെച്ചോ, ഫോണൊക്കെ വിളിക്കുമ്പോ അതൊക്കെ ചോദിച്ചോളാണ്ട്. അവന്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിന്നാൽ നല്ലത്. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി നമ്മൾ വേറൊരു രീതിയിലേക്ക് അല്ലാട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾ വേറെ രീതിയിൽ എടുക്കരുത്. അപ്പോൾ നമ്മൾ ഇഷ്ടങ്ങളൊക്കെ മാറ്റി നമുക്ക് കിട്ടുന്ന എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആവുന്നു എന്നുള്ളതിനുള്ള ഒരു ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ആയി പോകുന്നതാണ്. അപ്പൊ അവൻ എന്താടി ഇഷ്ടം, അല്ലെങ്കിൽ അവന്റെ ഇഷ്ടങ്ങൾ നീ പഠിച്ചോ, നീ മനസ്സിലാക്കിയോ. നീ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ നമ്മളെ കാണുമ്പോഴും എല്ലാവരും ഇതാ പറയാ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോ, അല്ലെങ്കിൽ നീ നിന്റെ തനി സ്വഭാവം അവിടെ പോയിട്ട് എടുക്കാൻ നിൽക്കണ്ട, ഒന്ന് മയത്തിലൊക്കെ നിന്നോ, അങ്ങനെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഇതില്ലാത്ത രീതിയിൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ ഇഷ്ടങ്ങളെ ഉള്ളിലേക്കാക്കി പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വരികയാണ് അല്ലെ. സ്റ്റക്ക് ആയിട്ടുണ്ടാവും അല്ലെ, എനിക്ക് കോള് വന്നു അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആയി പോവുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുമ്പം കൊടി പിടിച്ച് സിന്ദാബാദ് പറഞ്ഞ് നടക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതൊന്നും അല്ല പറയുന്നത്. നമ്മൾ നമ്മളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിലേക്ക് നോക്കുക. ഇപ്പൊ ഒരുപാട് കാര്യങ്ങളിൽ കഴിവുള്ള വ്യക്തികളായിരിക്കാം നമ്മളുടെ മക്കളായാലും, അല്ലെങ്കിൽ കല്യാണത്തിന് മുൻപ്. ശേഷോ എന്തായി? ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ഒരു പക്ഷേ കഴിച്ചിലായി പോകുന്നവരുണ്ടാവാം കേട്ടോ. പക്ഷെ എന്നാലും കുറച്ചാളുകളൊക്കെ കഴിച്ചിലായി പോകുന്നവരുണ്ടാവാം. ഒരുവിധപ്പെട്ട ആളുകളൊക്കെ സ്റ്റക്കായി പോകുന്നവരാണ്. അപ്പൊ എന്തുകൊണ്ടാണ്? നമ്മൾക്ക് സ്വന്തത്തെക്കുറിച്ച് അറിവില്ലാത്തത്. സ്വന്തത്തെക്കുറിച്ച്
അതായത് ഒരു സെൽഫ് ലവ് ഇല്ലാത്തത്, സെൽഫ് അവയർനെസ് ഇല്ലാത്തത്, നമ്മൾ നമ്മളിലേക്കുള്ള നോട്ടത്തെ നിർത്തിവെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സർവീസ് ചെയ്യാൻ തുടങ്ങി. അത് മാത്രമായി നമ്മുടെ ഫോക്കസ്. ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ നമ്മൾ നമ്മളെ കൂടെ പരിഗണിക്കണം. മറ്റുള്ളവർ പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അവർ അപ്രിസിയേറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതേപോലെ തന്നെ അവർ എന്നെ കെയർ ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട്. അവര് വാങ്ങിത്തരട്ടെ, അവര് ചെയ്തു തരട്ടെ, അവര് വന്ന് സംസാരിക്കട്ടെ, അവരെന്നോട് ഇഷ്ടം പ്രകടിപ്പിക്കട്ടെ. ഒരു ഐ ലവ് യു വരെ അവരൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ ആണ് എന്റെ എല്ലാം എന്ന് അവര് വന്ന് പറയാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം, കാലങ്ങളോളം, ആയുസ്സുകൾ നഷ്ടപ്പെടുത്തുന്നവരാണ് നമ്മൾ സ്ത്രീകൾ. വേണ്ട, അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയാൽ അവരൊക്കെ വരും. ഈ വാക്കുകൾ വരും, ഈ പ്രവൃത്തികൾ വരും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് വരും. ഇത്രയും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി കുറച്ച് സമയമേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോരുത്തരും ചെയ്തോളൂ. ഞാൻ അടക്കമാണേ പറയുന്നത്, ഞാൻ അടക്കം ഇതിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ട വ്യക്തി തന്നെയാണ്. എനിക്കും വീടുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഞാനും പെട്ടുപോവാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നമ്മളെ കുറിച്ച് ബോധേഡാവണം. കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾ മറന്നു പോകരുത്. കല്യാണത്തിന് മുമ്പേ ചിലങ്ക അണിഞ്ഞവരും, ഒരുപാട് പല കഴിവുകളുള്ളവരും, ഒരുപാട് സർട്ടിഫിക്കറ്റ് വാങ്ങിയവരും, വലിയ വലിയ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തവരും, നന്നായിട്ട് സംസാരിക്കുന്നവരും, സ്റ്റേജ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തവരും ഒക്കെ ഇപ്പോൾ സ്റ്റേജ് കണ്ടാൽ വിറയ്ക്കുന്ന കൂട്ടത്തിലേക്ക് ആയി പോയിട്ടുണ്ടാവാം. ആളുകളെ കാണുമ്പോൾ സംസാരിക്കാതെ, ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവാം. എന്തിനാണ് നമ്മുടെ ആത്മവിശ്വാസത്തിന് നമ്മൾ അടിയറ വെക്കുന്നത്? അപ്പൊ നമ്മൾ എന്നാണ് വെറും ഉടലായിട്ട് നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കാം. നമ്മൾ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ച് മറന്നിട്ടുണ്ടോ? പഴയ ഞാൻ, അതൊക്കെ പഴയ കാലം, അതൊക്കെ ഞാൻ മറന്നു, എന്നെ ഇതൊന്നും ഓർമ്മിപ്പിക്കല്ലേ, അതൊക്കെ ഒരു രസമുള്ള കാലമായിരുന്നു അല്ലേ. അങ്ങനെ ഒരു കാലമൊന്നുമില്ല. നമ്മൾക്ക് ഏത് സമയം കുറച്ച് പ്രാരാബ്ദം കൂടുമ്പോൾ പഴയതുപോലെ സ്മൂത്ത് ഒന്നും ആവൂല, അത് ശരിയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെയും പല കാര്യങ്ങളും, ആരെങ്കിലും സ്വന്തം വീട്ടിൽ നിങ്ങളെ അവിടെ മനസ്സും അല്ലെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും അവിടെ വെച്ചിട്ടാണ് ഇപ്പൊ ഉള്ളിടത്ത് ഇരിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് ആ സംഭവങ്ങളൊക്കെ തിരിച്ചെടുത്ത് കൊണ്ടുവരിക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അത് കൊണ്ടുവന്നിട്ട് മാക്സിമം നിങ്ങളാവാൻ ശ്രമിക്കാം. അത് വിചാരിച്ച് നാളെ തന്നെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനോ കലഹിക്കാനോ, ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു, എന്നിട്ട് നിങ്ങളെ കൊണ്ട് ഇങ്ങനെയായി, നിങ്ങളുടെ വീട്ടുകാരെന്നെ ഇങ്ങനെയാക്കി, ഒന്നുമില്ല കേട്ടോ. അതൊന്നുമില്ല. സ്വന്തത്തിന് മനസ്സിലാക്കാം, നമ്മളിൽ എന്തൊക്കെയുണ്ട്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ ഇനി പറ്റും, ഇനി എന്തൊക്കെ ആവാൻ പറ്റും. ഈ ഒരൊറ്റ കാര്യം മതി നിങ്ങൾക്ക്. ആ ഒരൊറ്റ ഒരു സെൽഫ് അവയർനെസ്, അതിലൂടെ നിങ്ങൾക്ക് സെൽഫ് ലവ് വന്നോളൂ. ഓക്കെ. അപ്പൊ ഒരു ചെറിയ കാര്യം, സ്ത്രീയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഇതേപോലെ നമുക്കിടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ട്. പുരുഷന്മാരത്ര ശരിയല്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നാറില്ലേ? അവർ ശരിയല്ലാത്തവരാണോ? ശരിയല്ലാത്തവരല്ല. നമ്മുടെ കൂടെ നമ്മുടെ വാപ്പ, ഉപ്പ, അല്ലെ, നമ്മുടെ പാരന്റ്സ്, അതായത് എന്താ പറയാ, നമ്മുടെ അച്ഛനായാലും സഹോദരനായാലും ഭർത്താവായാലും ഒക്കെ പുരുഷന്മാരാണ്. ഇവരൊക്കെ ആ ഒരു ചങ്ങല അല്ലേ, നമ്മളിങ്ങനെ ഒരു ചങ്ങലയായിട്ട് പോകുന്നതല്ലേ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ദൃഢത അത് കൂട്ടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് അത് ഒരു വല്ലാത്ത ഉത്തരവാദിത്തമുള്ള ഇത് തന്നെയാണ്. നമുക്ക് കെയറിങ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഫാമിലിയെ മൊത്തമായിട്ട് നമ്മളുടെ കൈക്കുള്ളിലേക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത് മനോഹരമായിട്ട് നമ്മൾ ചെയ്യണം. നമുക്ക് തന്ന ഒരു ഏരിയ ആണെങ്കിൽ അത് നമ്മൾ മനോഹരമായിട്ട് ചെയ്യണം. അപ്പൊ പുരുഷന്മാരെ പറ്റി അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പുരുഷന്മാരെന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറഞ്ഞല്ലോ, ഈ കെയറും ഇതും അങ്ങനെ സെന്റിമെന്റൽ ആയിട്ടാണ്, ഇമോഷണലി ആണ് നമുക്ക് പല കാര്യങ്ങളുള്ളില്. പക്ഷെ അവരത്ര ഇമോഷണലി അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു പ്രശ്നം എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കാം, എന്നോടൊന്ന് വിളിച്ച് ചോദിച്ചില്ലല്ലോ എന്താണ് എന്ന്, നിനക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തൊന്ന് വന്ന് ഇരുന്നില്ലല്ലോ, എന്നെ ഒന്ന് തലോടിയില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും ഒരു പക്ഷെ ഒരു സ്ത്രീ വിചാരിക്കുക, അല്ലെ? പക്ഷെ അവരുടെ പോളിസി അല്ലെങ്കിൽ അവരുടെ ഒരു സൈക്കോളജി എന്താണെന്നറിയോ? അവർക്ക് അങ്ങനെ ഒരു സംഭവേ ഇല്ല.
നീ വേണമെങ്കിൽ നമ്മളിങ്ങനെ ആണെന്നൊക്കെ അറിയുന്നതിനെ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് വന്നൊന്ന് ചോദിപ്പിച്ചൊക്കെ പോവും. എന്താണ് എന്റെ പ്രശ്നം, ഒന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് വർത്താനൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ എന്താക്കും, ഫസ്റ്റ് കുറച്ചും കൂടി ഇവർ അടുത്തേക്ക് വരാൻ വേണ്ടി കുറച്ചൊരു ഡിമാൻഡ് ഒക്കെ ഇടും ഫസ്റ്റ്. അപ്പൊ ഈ ഡിമാൻഡ് കാണുമ്പോൾ ഇവർക്ക് ദേഷ്യം വരിക, അവർക്കൊരു എന്തേലും ഔട്ട് ആയിട്ട് ഇവർ മെല്ലെ എഴുന്നേറ്റ് പോകും. കാരണം അവർക്ക് കുറെ നേരം ഇരുന്ന് കളിക്കാനോ ആക്കാനോ കഴിയൂല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുരുഷന്മാര് എന്താണ് എന്നറിയേണ്ടത് അത്യാവശ്യമാണ്. മിനിറ്റ്. ഓക്കെ. അപ്പൊ പുരുഷന്മാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ഏതൊരു കാര്യവും എന്തൊരു പ്രശ്നം വന്നാലും അവർ ഒറ്റക്ക് കൈകാര്യം ചെയ്യുന്നതാണ് അവർക്ക് ഇഷ്ടം. ഒറ്റക്കായിരിക്കണം അവർക്ക്. നമ്മളിങ്ങനെ പോയിട്ട് ചൊറിഞ്ഞ് നോക്കിയെന്ന്, നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഇന്നലെ മുതലേ ഡിസ്റ്റർബ്ഡ് ആണല്ലോ അല്ലെ, നമ്മുടെ ഒരു ഭാഷ അങ്ങനെയാണ്. അല്ലെങ്കിൽ എന്താ പറ്റിയത്, എന്നോട് പറയില്ല, എന്നോട് പോലും പറയാൻ പറ്റില്ല അല്ലേ. അപ്പൊ ഇവർക്ക് അന്നേരം എന്താ വരിക, ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുക അല്ലേ. അപ്പൊ നമുക്ക് സങ്കടമായി. എന്നോട് ഷെയർ ചെയ്യാൻ പറ്റും, ഇതിപ്പോ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ട് പറയല്ലോ, എന്നോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്ത് പ്രശ്നം. രണ്ട്, എന്നെ അത്രേ കാണുന്നുള്ളൂ, എനിക്കത്ര സ്ഥാനമുള്ളൂ, എന്നെ അവർ പരിഗണിക്കുന്നുള്ളൂ. ഇതല്ലേ നമ്മൾ വിചാരിക്കാറ്. പക്ഷെ അവരെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. അവരുടെ ബ്രെയിനില് അവരുടെ ഒരു ഘടന അതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു ഇഷ്യൂ അവരുടെ ലൈഫിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് നേടണം എന്ന് അവർ ഉറച്ചു തീരുമാനിച്ചാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ അവരൊരു സ്ട്രഗിൾ ചെയ്യുന്നു, സ്ട്രെസ് അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരൊറ്റയ്ക്കിരിക്കാനും അവർ കൂളായിട്ടിരിക്കാനും എന്നിട്ട് ഒരു ഗുഹ സൃഷ്ടിക്കുകയാണ്. ശരിക്കും ഒരു കേവിന്റെ ഉള്ളിലേക്ക് അവർ കയറി പോകുന്നത് പോലെ എന്നാണ് നമ്മൾ പറയാറ്. അവർ തന്നെ അവർക്കൊരു ആവരണം സൃഷ്ടിച്ചിട്ട് അതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കും. അതിൽ നിന്ന് ആ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു പരിഹാരം വന്നതിന് ശേഷമേ അവർ പുറത്തു വരൂ. അതുവരെ നമ്മൾ എത്ര പോയി തലോടിയിട്ടോ ഉമ്മ വെച്ചിട്ടോ കെട്ടിപ്പിടിച്ചിട്ടോ തോണ്ടിയിട്ടോ വലിച്ചിട്ടോ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോഴൊക്കെ പറയും, ഞാനൊക്കെ എത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നെപ്പോലൊരു ഭാര്യയെ കിട്ടിയിട്ട് ഈ മനുഷ്യന് ഒരു ഇതുമില്ല. പക്ഷെ അവരുടെ അന്നേരത്തെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ന്യൂറോളജിക്കലി അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ അങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ മതി ഒരു കാര്യം. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാട്ടോ, നമ്മളിങ്ങനെ ആയതുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് കൈപിടിക്കുന്നത് വാക്കുന്നതൊക്കെയാണ് നമ്മളുടെ ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോയി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ഇവർക്ക് ആകെ ഉണ്ടാവുന്ന വേറെ കാര്യങ്ങൾ എന്ന് വെച്ചാല് ഏതൊരു കാര്യത്തിനും ഇറങ്ങുമ്പോൾ അവര് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. എന്തും ചെയ്യാനും അതിലേക്ക് ഇറങ്ങാനും ഒക്കെ ഒരു പ്രത്യേക ഒരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ഉണ്ടാവാറുണ്ടല്ലോ. ഒരു വിധപ്പെട്ട 80% ജെൻസും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ വീട്ടിലൊരു പാമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ വന്നാൽ ഓടിപ്പോയി തല്ലി പിടിക്കുന്നതും അതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ അവർ എപ്പോഴും കണ്ടെത്താൻ ശ്രമിക്കും. നിങ്ങൾക്കിപ്പോ അതിന്റെ വേറെ പണിയൊന്നുമില്ല, അതിന്റെ വയ്യാലെ പോകുന്ന എന്ന് നമ്മൾ പറയുമ്പം അവർക്ക് ആദ്യം അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നാണ് അവർ വിചാരിക്കുക. നമ്മളെപ്പോഴും കുറച്ച് കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ പിന്നെ ആവാം, അതല്ലെങ്കിൽ വേണ്ടേ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് സ്ത്രീകൾ. അല്ലെങ്കിൽ ഏതൊരു കാര്യം തുടങ്ങിയാലും നമുക്കതെന്താണ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമാണ്. തുടങ്ങാൻ ഭയങ്കര ആവേശമാണ്. എന്നാൽ അത് തുടങ്ങിയത് മുഴുവനാക്കാനുള്ള ആവേശം നമ്മൾ സ്ത്രീകളിൽ കുറവാണ് അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവാറ്? നമ്മളൊക്കെ ഭയങ്കര ആവേശമാണ് ഓരോന്നും ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ, ഡിസ്കസ് ചെയ്യുമ്പോഴേ, എന്നാ നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ആക്കാന്നൊക്കെ. പക്ഷെ അത് പിന്നെ മുഴുവനാക്കി കൊണ്ടുപോകാൻ ചിലപ്പം പ്രയാസമാണ്. ഒരു സ്ത്രീയുടെ ഒരു പ്രത്യേകതയാണത്. എന്നാൽ പുരുഷന്മാരുടെ തുടക്കം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ അതിന്റെ വയ്യാലായിരിക്കും. പിന്നെ നമുക്കൊരു തലവേദന ആയ പോലെ ഫീൽ ചെയ്യും. നമ്മൾ ആദ്യം ചൊറിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്നില്ലേ, നിങ്ങൾ അത് ചെയ്യുന്നില്ലേ, ഇതാക്കുന്നില്ലേ, എടാ നിനക്കിത് വേണ്ടേ അത് വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് മക്കളെ ആയാലും നമ്മളിങ്ങനെ പ്രഷർ കൊടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ അവരതിലേക്ക് എത്തിക്കഴിഞ്ഞാലോ പിന്നെ വേണ്ടില്ലായിരുന്നു, ഞാൻ വെറുതെ വയ്യാലെ നടന്നിട്ട് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളൊരു അതാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വേറൊരു വ്യത്യാസം. അപ്പൊ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഒരു ഫാമിലി റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാല് സെക്ഷുവലി സ്ത്രീയും പുരുഷനും തമ്മിൽ
ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്ത്രീകൾ മാത്രം ആയതുകൊണ്ട് തന്നെ ഞാനൊരു ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ, പുരുഷന്മാരുടെ ബ്രെയിനകത്ത് ഞാൻ പറഞ്ഞു അവർ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ അവര് ഒരു 60% എബോ ആ ഒരു സെക്സുമായിട്ടായിരിക്കും അവർക്ക്. എന്താ പറയാ, ഒരു 2 ബ്രെയിൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ബ്രെയിനില് പകുതിയിലേറെ ഭാഗം സെക്സ്, അതായത് സെക്ഷൽ തോട്ട്സ് ആയിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ജെൻഡർ ഡിഫറൻസ് ആണത്. അപ്പൊ ഒരു പുരുഷനെ ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അപ്പൊ അത് വിചാരിച്ച് പുരുഷന്മാര് മോശക്കാരാണോ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് വെറും വേണ്ടാത്ത ചിന്തയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്റെ മകൻ ഇങ്ങനെയാണ്, എന്റെ സഹോദരൻ ഇങ്ങനെയാണ്, അങ്ങനെ ഉണ്ടോ? അവരെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്, അവരുടെ ബ്രെയിൻ അതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ജെൻഡർ തോട്ട്സ് അല്ലെങ്കിൽ ജെൻഡർ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് സാർ ഇങ്ങനെ പറഞ്ഞു, ഓരോ മിനിറ്റിലും വേണമെങ്കിൽ 30 സെക്കൻഡ് കൂടുമ്പോഴും ഒരു പുരുഷൻ സെക്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് 30 സെക്കൻഡ് കൂടുമ്പോഴും സെക്സിനെ കുറിച്ച് ചിന്തിക്കും. അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എന്തായാലും ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു രീതിയിൽ. സെക്സ് എന്ന് പറയുമ്പോൾ മോശപരമായിട്ടുള്ളതല്ല, ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു തോട്ട് വരുമെന്ന്. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ആലോചിച്ചു, ഒരു മിനിറ്റിലോ 30 സെക്കൻഡിലോ അങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ പറ്റുമോന്ന്. പക്ഷെ ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചു നോക്കി. അപ്പൊ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താ, ചിലവരൊക്കെ ഭയങ്കര വിദഗ്ധമായിട്ട് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചിലവര് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ശരിയാണ്, അങ്ങനെ പറഞ്ഞവരുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ അത് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ്, നമ്മളെ കൂടെയുള്ള പുരുഷന്മാര്, നമ്മുടെ കൂടെയുള്ള ആളുകള് അല്ലെ, പുരുഷന്മാരുടെ കൂടുതൽ തോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സ്പേസ് കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും. അവർക്ക് അതിനോട് കൂടുതൽ ഒരു ഇൻട്രസ്റ്റും ഉത്തേജനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കുന്ന ഒരു സ്ത്രീ, അവിടെ വലിയ പ്രശ്നങ്ങൾ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഒരു വിജയകരമായി, ഇപ്പൊ ഒരു വീട്ടിലെ ശങ്ക കൂടുതൽ നടക്കുന്ന ഒരു വീടാണെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ഭർത്താവിനെ ഇവിടെയും ഒരു സുഖാവുന്നില്ലെങ്കിൽ അവിടെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഇത് ഓക്കെ ആണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏരിയയിലേക്ക് നമുക്ക് കാര്യമായിട്ട് കടന്നു ചെല്ലാൻ പറ്റിയിട്ടുണ്ടോ? എങ്ങനെയാ പറ്റുക? നേരം ഇങ്ങനെയല്ലേ, ഇതിനിങ്ങനെ നല്ല സ്വഭാവമല്ലാത്ത ഇയാളെപ്പോലെ എങ്ങനെയാ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിൽക്കുക എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതിനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മൾ 2 ദിവസം ആ ഒരു രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നത്തെ ദിവസങ്ങൾ അവരങ്ങ് റെഡിയാവും. പിന്നെ മക്കളുടെ കേസിലേക്ക് എത്തുകയാണെങ്കിലും ഈ വിഷയമൊക്കെ കുറെ പറയാനുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ടെൻഷനായിട്ടാണ് സംസാരിക്കുന്നത്, കാരണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് ഇങ്ങനെ എടുത്ത് സംസാരിക്കാം. കുട്ടികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം ആൺപിള്ളേരുള്ളവരുണ്ടാവാം, നമുക്ക് സഹോദരങ്ങളുണ്ടാവാം, മക്കളുടെ ഫ്രണ്ട്സ് ഉണ്ടാവാം. അപ്പൊ ആൺകുട്ടികളോട് കൂട്ടുകൂടാൻ പാടില്ല, പെൺകുട്ടികൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവര് കൗമാരക്കാരാണ്, ടീനേജേഴ്സ് ആണ്, അവർക്ക് ഹോർമോൺ ചേഞ്ചസ് നടക്കുകയാണ്. അവർ ചെറിയവരല്ല, എന്നാൽ അവർ വലിയവരിലേക്ക് എത്തിയിട്ടില്ല. ഈ ഒരു പ്രായത്തില് കൗമാരം എന്ന് പറഞ്ഞാൽ, ടീൻ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്, ഞാനിങ്ങനെ വായിച്ചു ജസ്റ്റ്. അപ്പോൾ ടീനേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 to 19, അതാണ് ടീൻ. 13, 14, 15 എന്ന് പറഞ്ഞു പോകുന്ന 19 വരെയുള്ള ഏജ് ആണ് ടീൻ ഏജ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും 10+ അല്ലെങ്കിൽ 11+21 വരെ, 21 ഇയേഴ്സ് വരെ ടീനേജേഴ്സിൽ തന്നെയാണ്. ഏകദേശം ആ കാട്ടിക്കൂട്ടലുകളൊക്കെ ഇവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കും. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരിൽ ഹോർമോൺ ചേഞ്ചസ് നടക്കുകയാണ്. അപ്പൊ നമ്മൾ ബ്രെയിനിനെ പറ്റി പറഞ്ഞു, സെക്ഷുവാലിറ്റിയെ പറ്റി പറഞ്ഞു. ഇതൊക്കെ അവരുടെ സൃഷ്ടിപ്പാണ്. ഒരാള് ഉള്ളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നതല്ല. വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെയല്ല വരുന്നത്. അപ്പൊ അത് അവരുടെ ഉള്ളിലുള്ള അവരെ സൃഷ്ടിച്ച, അവരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഹോർമോൺസിന്റെ പ്രത്യേകത കൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്കിടയിലുള്ള ആളുകളിൽ ഉണ്ടാവും. കുട്ടികളിലായാലും അല്ലാത്തവരിലായാലും ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഏറ്റവും കൂടുതൽ ഫാമിലിയുമായിട്ട് ഇടപഴകുന്നത് ആരാണ്? സ്ത്രീകളാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റും.
പല ഏരിയകളും നമ്മളുടെ മുന്നിലൂടെ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളൊക്കെ നമ്മളുടെ മുന്നിലൂടെ കടന്നു പോവാറുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ നമുക്ക് തന്നെ പറ്റിക്കഴിഞ്ഞാൽ കുറേ കാര്യത്തിൽ ആശ്വാസം ഉണ്ടാവും, ഇല്ലേ? അപ്പൊ ടീനേജേഴ്സിന് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവര് അവർക്ക് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മക്കള് വന്നിട്ട് നമ്മളെ അടുത്ത് ഇങ്ങനെ പറയും, എന്താ പറയാ, മുഖത്തൊക്കെ ഇങ്ങനെ കുരു വരുന്നു, ഇത് അതൊക്കെ ഉണ്ടാവും. ആൺകുട്ടികളാണെങ്കിൽ പറയും മീശ പോലെ ഇങ്ങനെ ഇങ്ങനെ ഇത് വരുന്നു. പിന്നെ അതൊക്കെ ഇപ്രായത്തിൽ ഉണ്ടാവൂലേ. പിന്നെ ചിലപ്പോ പെൺകുട്ടികളാണെങ്കിൽ കക്ഷത്തില് അല്ലെ, കക്ഷത്തിൽ ഇങ്ങനെ ഒരു ഇത് മുടി പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. എന്താ ഇപ്പൊ ചെയ്യത് നോക്കി, കുരു ഉണ്ട്, ഇതിങ്ങനെ അതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ പ്രായത്തിലുണ്ടാവും. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പറയെങ്കിലും വേറെ എന്തെങ്കിലും ഒരു കുട്ടിയായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഒരു ഓപ്പോസിറ്റ് ജെൻഡറിനെ അതായത് മീൻസ് ഒരു ഫ്രണ്ടിനെ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടു, സംസാരിച്ചു, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോൺ കോൾ വന്നു, ഇനി ഒരു മൊബൈലില് എന്തെങ്കിലും ഒരു സാധാ സോങ് ഒക്കെ തന്നെ, നല്ല പാട്ടുകൾ തന്നെ. ഇപ്പോഴത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ ഒക്കെ അങ്ങനെയാണല്ലോ, കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ. ഇനി ടി വിയിലെ റിമോട്ട് അവരെന്തെങ്കിലും ഒരു പാട്ട് കാണും, നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് ചാനൽ മാറ്റുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര എന്താണെന്നൊന്നും അറിയണം. അവനെ അടുത്തത് ഇങ്ങനെ നമ്മൾ എന്താക്കും, പിന്നെ അതിന്റെ ബാക്കിലൂടെ ഇങ്ങനെ നിന്ന് ഒളിച്ചൊക്കെ നിന്ന് നമ്മൾ നോക്കും, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോ പിന്നെ നമുക്ക് ഉള്ളിൽ ആകെ ആശങ്കയായി, കുട്ടി വഴിതെറ്റി പോവാണോ, കുട്ടിയുടെ പോക്ക് വേറെ എന്തോ ആണോ, അവനിനി വേറെ വല്ല ഉദ്ദേശമാണ്, അവനെന്നല്ല അവളും വേറെ വല്ല ഉദ്ദേശമുണ്ട്. ആശങ്ക നമുക്ക് വേണം കേട്ടോ. ടീനേജേഴ്സിലെ പാരന്റ്സ് ആണെങ്കിൽ, കുട്ടികളുടെ പാരന്റ്സ് ആണെങ്കിൽ നമുക്ക് ആശങ്ക വേണം, വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ഈ മുഖക്കുരു വരുന്നതും രോമം കക്ഷത്തിൽ കിളിർക്കുന്നതും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഈ പ്രായത്തിലുണ്ടാവും. ഒക്കെ പിന്നെ സൗണ്ട് മാറുന്ന ഒരു കരകരപ്പ് വരുന്ന പിന്നെ ഈ പ്രായത്തിൽ ഇതൊക്കെ ഉണ്ടാവില്ലേ. നമ്മൾ മക്കളെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഈ ചേഞ്ചസ് കുട്ടികളിൽ കാണുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോഴേക്കും വിഷയായി, അടിയായി, പിടിയായി, അല്ലെങ്കിൽ ഇങ്ങനെ കിറുകിറാക്കാൻ തുടങ്ങും. മക്കളെ ഇങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ ഇങ്ങനെ. അപ്പൊ പിന്നെ അവരെന്താക്കും, മെല്ലെ അങ്ങ് ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ അവര് വേറെ നമ്മളിൽ നിന്ന് ഉൾവലിയാൻ തുടങ്ങും. നമ്മളോട് ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതെ വേറെ എന്തെങ്കിലുമായിട്ട് അവർ നമ്മളിൽ നിന്ന് മെല്ലെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്തുകൊണ്ടാണ് അത് നമുക്ക് ബോധം വരാത്തത്, ആ ഒരു ബോധ്യം വരാത്തത്? നമ്മൾ എങ്ങനെയായിരുന്നു ചിന്തിച്ചാ പോരെ? ഒരു തോട്ട് നമുക്ക് വരൂലേ, ഹോർമോണൽ ചേഞ്ചസ് നടക്കുമ്പോ നമുക്ക് വരൂലേ? അത് വരണം. വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ ഇടയിലുള്ള ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു 13, 14, 15 ആയിട്ടും അങ്ങനെയുള്ള പ്രത്യേക വികാരങ്ങളോ വിചാരങ്ങളോ മക്കളിൽ കാണുന്നില്ലേ? നിങ്ങൾ ഡോക്ടറെ കാണിച്ചോ എന്നാണ് ഞാൻ പറയാറ്. കണ്ടോ, അൽഹംദുലില്ലാഹ് കണ്ടല്ലോ, ഒന്ന് കണ്ണെഴുകാൻ ഈ പെൺകുട്ടികളൊന്ന് കണ്ണെഴുതിയാൽ മതി. ഒന്ന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ലിപ്സ്റ്റിക് വാരി തേക്കുക എന്നുള്ളതാണ്, പോട്ടെ. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്താണ് പറയാ, ഇതൊക്കെ പുതിയ ശീലാണല്ലോ. അവർ പുതിയതായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ വർഷവും ഓരോ ദിവസവും അവര് മാറിക്കൊണ്ടിരിക്കുകയാണ്, അവർ പുതിയതായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുറെയൊക്കെ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം. നമ്മളില്ലായിരുന്നോ മാറ്റം? നമ്മളുടെ ടീനേജ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാറ്റം ഇല്ലായിരുന്നോ? എന്തൊക്കെ കളികൾ നമ്മൾ കളിച്ചിട്ടുണ്ടാവാം. ഞാനൊരു കളിയും കളിച്ചിട്ടില്ല എന്ന് പറയുന്നവരുണ്ടാവാം. എന്നാലും എന്തൊക്കെ തോട്ട്സ് നമ്മളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. നമ്മളിപ്പോ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള വ്യക്തികളല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നോ, ഇതിലിടപെട്ട് ആകെ ഇടങ്ങാറാക്കി അവരെ പിടിച്ച ഒരു ഭാഗത്ത് ഇരുത്തി ഏത് നേരവും ഉപദേശം കൊടുത്ത് അവസാനം ആ കുട്ടികൾ ചിലപ്പോ എന്താവും, തലകുത്തനെ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അവരിങ്ങനെ കേട്ട് വെറുത്തിട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അമ്മമാർ എന്ന സ്ഥിതിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് അവർക്ക് ഈസ്ട്രജൻ, പെൺകുട്ടികളിൽ ഈസ്ട്രജനും ആൺകുട്ടികളിൽ ടെസ്റ്റോസ്റ്ററോണും വരുമ്പോ ഉണ്ടാവുന്ന ആ ഒരു വ്യത്യാസങ്ങളാണ്. ആ ഒരു ഈസ്ട്രജന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. ആ ഒരു എന്താ പറയാ, ഒരു നാണവും ഒരു കുലീനതയും അങ്ങനെയുള്ള ഒരു സ്ത്രീത്വത്തിന്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് അവർ വരുവാണ്. അപ്പൊ അവരുടെ ആ മാറ്റങ്ങളാണ് പെൺകുട്ടികളിൽ കാണാം. ആൺകുട്ടികൾ ആ പ്രായത്തില് എന്താ പറയാ, ഒരുങ്ങാനും മാറ്റാനും പൗഡർ ഇടാനും മിനുക്കാനും ഒന്നും അല്ല പോവുക. അവര് ചാടി പിടിക്കാണ്, എന്തും നേടിയെടുക്കാനും ക്യൂരിയോസിറ്റിയാണ് അവർക്ക്, എന്തും അറിയാൻ. ആ ക്യൂരിയോസിറ്റിയിൽ എന്ത് പെടും, സ്ത്രീ എന്താണ് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി ആർക്കുണ്ടാവും? ആൺകുട്ടികൾക്ക് ഉണ്ടാവും. എന്തും എന്താണ് അറിയാനുള്ള ടെൻഡൻസിയാണ് ആ പ്രായത്തിൽ ഉണ്ടാവുക. അടി, പിടി, സിഗരറ്റ്, അങ്ങനത്തെ അല്ലെ, ഈ പ്രായത്തിലാണ് മക്കൾ പലതും ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വരയാണ്. അതിൻ്റെ അകത്ത് സ്ത്രീ എന്താണെന്നും അവർക്ക് അറിയാനുള്ള ത്വരയുണ്ടാവും. അപ്പൊ ഒരു മൊബൈലിലായാലും ചിലപ്പോൾ പാട്ടുകളായാലും അത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്.
അപ്പൊ അതിനെ നമ്മളെ പറ്റ തള്ളിക്കെടുത്താതെ വേറൊരു മെത്തേഡിലൂടെ കൈകാര്യം ചെയ്യണം. കുറച്ചൊക്കെ അവരിൽ ഉണ്ടാവും എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും വേണം. നമ്മൾക്ക് ഉണ്ടാവാറില്ലേ മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ? ഇപ്പോഴും ആയാലും ഉണ്ടാവാറില്ലേ? ഇങ്ങനെ പറഞ്ഞ സ്ത്രീകളെ കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ പ്രഗ്നൻസി പീരീഡ്സ് ടൈമിൽ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. പീരീഡ് ആവുന്നതിന്റെ 2 ദിവസം മുമ്പ് നമ്മൾ ആരാണ്? നമ്മൾ ആരായിരിക്കും? പീരീഡ്സ് ആയി കഴിഞ്ഞാൽ അതല്ല ഇപ്പൊ പറഞ്ഞു നമ്മുടെ ഇല്ലേ ഈ ഒരു നാപ്കിൻ അതിന്റെ ഗുണങ്ങൾ പറഞ്ഞു. ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഇറിറ്റേഷൻസ്, നമുക്ക് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ്, നമ്മൾ അനുഭവിക്കുന്ന ഇച്ചിങ്, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ എല്ലാം കൂടെ അപ്പൊ അത്രയും നമ്മളെ കംഫർട്ടായിട്ട് നമ്മളെ താങ്ങി നിർത്തുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതും കൂടെ നമ്മൾക്ക് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ തന്നെ അത്രയും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോ ഓൾറെഡി ഹോർമോണൽ ചേഞ്ച് കൊണ്ട് നമ്മൾ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പൊ പിന്നെ ഈ ഒരു കാര്യവും കൂടെ ഓക്കെ അല്ലെങ്കിലുള്ള സ്ഥിതി എന്താണ്? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മള് ഈ ഒരു സംഭവത്തിലൂടെ നമ്മളെ കൂടുതൽ കെയർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ 2 ദിവസം പീരീഡ്സിന്റെ മുന്നത്തെ 2 ദിവസം, അത് കഴിഞ്ഞ് ഒരു പീരീഡ്സിലൂടെ പോകുന്ന കുറച്ച് സമയങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ് 7-8 ദിവസം കഴിഞ്ഞ് ഒരു 10-12 ദിവസത്തിലേക്കൊക്കെ എത്തുമ്പോൾ ആയത് മുതൽ നമ്മൾ ഓവുലേഷൻ ടൈം, ഓവു എന്ന് പറയുന്ന ഒരു സമയം. ഈ ഓവുയുടെ ടൈമിൽ എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മൾ വേറൊരാളാണ്. പീരീഡ്സിന് മുന്നേയുള്ള നമ്മളെ, ആ ആദ്യത്തെ 2 ദിവസമുള്ള നമ്മളെ വെച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് 10 ദിവസം കഴിഞ്ഞ് പിന്നെ വരുന്ന ആ 2-3 ദിവസങ്ങളിൽ നമ്മൾ ആരാണ്? നമ്മൾ എത്ര ക്യൂട്ടാണ്, നമ്മൾ ഇത്ര നല്ല ആള്, നമ്മളെ ശരിക്കും മനസ്സിലാക്കി എന്താ പറയാ, എന്താ ഒരു വാക്ക് പറയാ, മനസ്സിലാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ, അത് തിരിച്ചറിഞ്ഞ് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത്ര നല്ല വ്യക്തികൾ അല്ലെങ്കിൽ ഇത്ര നല്ല ആൾക്കാർ ആ സമയത്ത് വേറെ ഇല്ല എന്നുള്ളതാണ്. അത് ആ രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുപോകണം, നല്ല രീതിയിൽ, അല്ലേ? അപ്പൊ ഇതേപോലെയുള്ള മാറ്റങ്ങൾ ഇത് എന്തുകൊണ്ടാണ് അപ്പൊ എന്നിൽ വരുന്നത്? ഈ പ്രായത്തിലും നമ്മളിൽ ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? ഹോർമോൺ ചേഞ്ചസ് ആണ്. ഇതേപോലെ കുട്ടികളിൽ ഉണ്ടാവാം. മക്കളുടെ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളതാണ് വേറെയുള്ള കാര്യം എന്താണ്? പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ തന്നെയുണ്ട്. അത് ഇപ്പം കുറെ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പ്രഗ്നന്റ് ആയത് മുതൽ തന്നെ വ്യത്യാസങ്ങൾ നമ്മളിൽ ഇങ്ങനെ വരും. അവിടെയും ഹോർമോൺ ചേഞ്ചസ് ആണ്. പോസ്റ്റ് പാർട്ടത്തിൽ നമുക്ക്, അതായത് പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്ന ഒരവസ്ഥ, പ്രസവത്തിന് ശേഷമായിട്ട് നമുക്ക് വരുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് പോലെയോ ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മൂന്നാമതൊരാളെ സഹായം തേടേണ്ടത് നിർബന്ധമാണ്. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നില്ല. ആ ഒരു കാര്യവും അതിനെപ്പറ്റി ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. ഒരാളെ സഹായം തേടണം. അതിങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടിലേക്ക് പോവുക, ശാന്തമായിട്ടിരിക്കുക, ഒന്നിനോടും താല്പര്യമില്ലാതിരിക്കുക, എല്ലാത്തിനും വെറുപ്പ്, ഒരു ഒന്നും അല്ലാതായി പോയ പോലെ ഒരു തോന്നല്, മതി എന്നുള്ള തോന്നലുകള്, ഇതൊക്കെ നമ്മളിൽ വരാൻ സാധ്യത വളരെ കുറഞ്ഞ ആളുകളിലാണ് കേട്ടോ. എല്ലാവർക്കും പ്രസവിക്കാൻ പോകുന്നവർക്കൊക്കെ ഈ സംഭവം ഉണ്ടാവുന്നൊന്നുമല്ല. പക്ഷെ കുറഞ്ഞ ആളുകളിൽ ഉണ്ടാവാം. ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതും കഴിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞാൽ, കുറച്ച് അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു 50+ ഒക്കെ ആകുമ്പോൾ നമുക്ക് മെനോപോസ് എന്താണ്? ആർത്തവം നിലയ്ക്കുന്ന ഒരു സമയം. ആ സമയത്തിലും നമുക്ക് ഇതേപോലത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാം. ആ സമയത്ത് കുറെ കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ. ആർത്തവം നിലച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയങ്ങളാണ്. പിന്നെ ഇനിയിപ്പോ അങ്ങോട്ടേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഞാൻ ഇതുവരെ ഉണ്ടായ പോലെ എന്നല്ലേ, അല്ലെങ്കിൽ വലിയ താല്പര്യക്കുറവുകളോ മൂഡ്, നമുക്ക് റിലേഷൻഷിപ്പ്, അതായത് ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ കുറച്ചൊരു വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല, താല്പര്യമൊന്നുമില്ല എന്ന രീതിയിലേക്ക് നമ്മൾ പോവാം. എല്ലാവരിലും അല്ല, എന്നാലും ഉണ്ടാവും. കാരണം ചെറിയ ചെറിയ ഹോർമോണിൽ വരുന്ന മാറ്റങ്ങൾ. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ അതേപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണോ? കാരണം അവർക്ക് പാർട്ട്ണർ ഉണ്ടാവും, അവരുടെ കൂടെയും അവരും എന്താണ് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരാണ്. അവർക്കും പല കാര്യങ്ങളും ആവശ്യമുള്ളവരുണ്ടാവും പുറത്ത്, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക്. അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ഒരു പാർട്ട്ണർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നീഡ്സ് ഉണ്ട്, ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾക്കത് ആ രീതിയിലല്ല. അങ്ങനെ ആവുമ്പോഴും എന്ത് വേണം?
മൂന്നാമതൊരാളുടെ സഹായം വേണം. അവിടെ മൂന്നാമതൊരാളുടെ സഹായം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മൂന്നാമതൊരാളുടെ സഹായം? അവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഒന്നുകിൽ ഒരു കൗൺസിലറെ കാണുക, അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായ ഒരാളുടെ അടുത്ത് നമ്മളെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് എന്താ ചെയ്യുക ഇനിയിപ്പോ എന്താക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാളും നമ്മളൊരു പെട്ടെന്നൊരു സൊല്യൂഷൻ, എന്തിനും ഏത് കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ട്. എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. ഏതൊരു കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമുക്ക് നേടിയെടുക്കാനൊക്കെ പറ്റും. അതിന് നമ്മൾ ഇറങ്ങണം, നമ്മൾ ചിന്തിക്കണം, നമ്മൾ പല കാര്യങ്ങളിലേക്കും പോവണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ഞാൻ വിചാരിച്ച ചിലപ്പോൾ നടന്നോളണം എന്നില്ല. അതുകൊണ്ടാണ് മറ്റൊരാളുടെ സഹായം തേടാൻ പറയുന്നത്, ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ ഭർത്താവിന്റെ ആവശ്യങ്ങളായാലും അത് നമ്മൾ നടത്തി കൊടുക്കേണ്ടതാണ്. പല കാര്യങ്ങളും ഞാൻ ലേഡീസിന്റെ ഇതിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ പല മെത്തേഡ്സ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പൊ ഇതൊന്നും പറ്റാതെ എനിക്കിനി ഒന്നിനും പറ്റില്ലല്ലോ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് സ്വന്തത്തെ ശപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തത്തെ ഒരു നിരാശ പോലെ ഉള്ള ഒരു ജീവിതത്തിൽ അല്ല വിജയം വേണ്ടത്. നമ്മൾ അതൊന്നും അല്ലാതെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി തന്നെ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവാൻ തന്നെ ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളടുത്ത് പറയാം. ഓക്കെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതല്ലാതെ എന്താണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? എന്തെങ്കിലും മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാൻ സ്ത്രീയെ കുറിച്ച് കുറെ കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്ത്രീകളോട് തന്നെ സ്ത്രീയെ കുറിച്ച് ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ പുരുഷന്മാരായിരുന്നെങ്കിൽ കുറെ കാര്യം പറയണ്ടായിരുന്നു. കാരണം അവരാണ് സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ കേൾക്കേണ്ടതും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. അപ്പൊ സ്ത്രീകൾ തന്നെ നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, സ്ത്രീകൾക്ക് ഇങ്ങനെ ഇഷ്ടം. അപ്പൊ അവസാനം നമുക്കില്ലേ, നമ്മളിങ്ങനെ ടെൻഷൻ ആവും, കണ്ടോ ഇതൊക്കെ ശരിയാണ്, ഞാനും ഇങ്ങനെയാണ്, എന്നിട്ട് എനിക്കിതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ലാസ്റ്റ് അവസാനം ഇവിടെ എന്താവും, നിരാശയിലേക്ക് പോകും. അതിലും നല്ലത് ഞാൻ അത് പറയാത്തതാണ് നല്ലത്, അല്ലെ? പുരുഷന്മാര് 3-4 പുരുഷന്മാരിത് കേൾക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എനർജി ഉണ്ടാവും. അവര് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ പറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല്, സ്ത്രീയാണ് സ്ത്രീയുടെ ശത്രു എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളെ കുറിച്ച് അറിഞ്ഞവർ ഓരോരുത്തരും സ്ത്രീ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു പെണ്ണാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന ആ ഒരു മനോഭാവം നമ്മൾ മാറ്റുക. ആ മാറ്റാനുള്ള ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിലേക്ക് ഇറങ്ങുക, സ്വന്തത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് മറ്റുള്ളവരെ കാര്യത്തില് കൂടുതൽ ഇടപെടാനോ ആശങ്കാകുലരാവാനുള്ള ആ ഒരു ടെൻഡൻസി നഷ്ടപ്പെടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യം, അവരെന്ത് ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു, അവരങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മളിലേക്ക് നോക്കിയാൽ മതി, സ്വന്തത്തിനെ നോക്കിയാൽ മതി, സ്വന്തത്തിനെ തിരിച്ചറിഞ്ഞാൽ മതി, സ്വന്തത്തിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് മുന്നോട്ട് വിചാരിക്കുകയാണ് തടസ്സമാണെന്ന്, എന്നെ കൊണ്ടൊന്നും പറ്റൂല, എന്റെ സാഹചര്യം അതല്ല. മാം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. എത്ര പേര് പറയാറുണ്ടെന്നറിയോ? നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ മതി, പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്റെ സാഹചര്യം, വെറുതെയാണ്. സാഹചര്യമൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നും ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഒരു മാറ്റം കൊണ്ടുവന്നാൽ ബാക്കിയൊക്കെ അങ്ങനെ ആയിക്കോളും. അവരും നമ്മളെ കൂടെ വരും. നമ്മൾ ചെയ്യാഞ്ഞിട്ടാണ്, നമ്മൾ അതിലേക്ക് ഇറങ്ങാഞ്ഞിട്ടാണ്. പിന്നെ വേറെന്താണ്? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് അറിയേണ്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വല്ല സംശയമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ ഫീഡ്ബാക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറയാം. ആർക്കും പറയാം, പേരൊന്നും വിളിക്കുന്നില്ല. ആർക്കൊന്നും പറയാനില്ല. എല്ലാവരും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അയ്യോ ശരിയാണല്ലോ ഈ പറഞ്ഞേക്കെന്ന് വിചാരിച്ച് അന്തം വിട്ടിരിക്കുകയായിരിക്കും. അതെ, മെനോപോസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഉമ്മാക്ക് മെനോപോസും ഭാര്യയ്ക്ക് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം കൂടെ ഒരുമിച്ച് വന്നുള്ള അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കും. മെനോപോസ് ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വന്നിട്ട് ചോദിക്കാറുണ്ട് സ്വകാര്യമായിട്ട്. കുറച്ചു മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, ഇവരൊക്കെ ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ. നമ്മൾ അറിയുന്നില്ല, കാരണം ഈ ഒരു ഏരിയയിലേക്ക്, ഈ ഒരു സെഷനിലേക്കൊക്കെ വരുന്നതിന്റെ മുമ്പേ
ഞാനിങ്ങനെ ഞാനൊരു സെക്സ് തെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു സംഭവത്തിലേക്കൊക്കെ കടന്നു വരുന്നതിന് മുമ്പ് ഇങ്ങനെ ചിന്തിക്കായിരുന്നു, ഇവരൊക്കെ ഉമ്മയല്ലേ അല്ലെങ്കിൽ അമ്മായിമാരല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളൊരു കുടുംബത്തെ തന്നെ കൂടുമ്പോഴും ആക്കുമ്പോഴും ഒക്കെ എന്നോട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഇവർ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. പല കാര്യത്തിലും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആ ഒരു ഏജിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീൻസ് Yes. പുരുഷന്മാരുടെ കേസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഏജ് വരെ, അതായത് മരിച്ചു കഴിഞ്ഞാലും 10 മിനിറ്റ് എന്നാണ് പറയാ ഒരു ഇതില്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ട്ണറുടെ കൂടെ ജീവിക്കുന്ന ഒരു ഭാര്യയുടെ ഒരു മാനസികമായിട്ട് അവർക്ക് കുറച്ച് അവർ വീക്കാണ്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ വലിയ താല്പര്യങ്ങളോ പൊതുവേ നമ്മുടെ ധാരണയാണ്, സ്ത്രീകളുടെ ഒരു ധാരണയാണ് മക്കളായി പേരക്കുട്ടികളായി അല്ലെങ്കിൽ ഇന്ന ഏജ് ആയി കഴിഞ്ഞാൽ പിന്നെ കട്ടില് മാറ്റുക, റൂം മാറുക, പിന്നെ പല പല കാര്യങ്ങൾ മാറുക എന്നുള്ളതൊക്കെ. അവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന വ്യക്തിക്ക് ഇതൊരിക്കലും ക്ഷമിക്കുന്നില്ല എന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങള്. പിന്നെ നമ്മള് ഇനി എന്താ, ആർക്കൊന്നും പറയാനില്ലേ? നിങ്ങൾ ആരും എന്തെങ്കിലും ചോദിച്ചാലൊക്കെ അതിനനുസരിച്ച് ഇങ്ങനെ ഞാൻ പറയാം എന്തെങ്കിലുമൊക്കെ. എനിക്ക് അറിയുന്നതാണെങ്കിലേ, അല്ലെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാന്നും പറയും. എന്തായാലും നമുക്ക് ലേഡീസിന് വേണ്ടിയിട്ടൊരു സെക്സ് എഡ്യൂക്കേഷൻ ഒരു ക്ലാസ് വേണം. ഇൻഷാ അതൊരു അല്ലാഹ് നമുക്ക് ലേഡി, ഒരു പ്രായമായ ഒരു ലേഡി അവരിപ്പോ ഇല്ല, അവരിങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. മാം ഇങ്ങനെ ഒരു ക്ലാസ് ലേഡീസിന് കൊടുക്കണം, എങ്കിൽ അവരവരുടെ ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ എന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോഴന്ന് മുതൽ ഞാൻ ചിന്തിക്കുന്നുണ്ട്. ലേഡീസിനെ മാത്രം വെച്ചിട്ട് ഒരു സെക്സ് എഡ്യൂക്കേഷൻ തന്നെ കാര്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഒരുപാട് ലേഡീസിനെ ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാൻ ഒരുപാട് ലേഡീസിനെ എന്തൊക്കെയാണ് അവര് പലരും സാറ്റിസ്ഫൈഡ് അല്ലാതെ പോകുന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെ ഇടയിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരിങ്ങനെ കരഞ്ഞിട്ട് വിറച്ചിട്ടൊക്കെയാണ് പല കാര്യങ്ങളും പറയാറ്. നമുക്ക് നോക്കാം. ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഇത് തന്നെയാണ്, സ്ത്രീകളെയാണ്. സ്ത്രീകളിൽ തന്നെ ഇത് സെക്സ് മെയിൻ ആയിട്ട് ഇത് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം പലരും പറയാൻ മടിക്കുന്ന കാര്യമാണ്. ഓപ്പൺ ആയിട്ട് നമ്മൾ അങ്ങ് പറഞ്ഞാൽ പിന്നെ അവരിങ്ങ് വന്നോളൂല്ലോ കാര്യങ്ങള്. എവിടെയും പോയി പറയാൻ പറ്റാത്ത, സ്വന്തം ഭർത്താവിനോട് പോലും പറയുന്നില്ല. അതാണ് രസം. സ്വന്തം ഭർത്താവിനോട് പറയുന്നില്ല, സഹോദരങ്ങളോട് പറയുന്നില്ല, ഒരു ഫ്രണ്ടിന്, ഒരു ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പാപം, അല്ലെങ്കിൽ മോശം, തെറ്റ്, അയ്യേ അവരെന്ത് ചിന്തിക്കും, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. ഓക്കെ, എന്നെ പിന്നെ നിങ്ങൾ കാണുന്നില്ലല്ലോ, ഇവിടെ വന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളുമായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കണക്ഷനും ഇല്ലാത്ത ഒരാളോടെങ്കിലും ഈ ഒരു കാര്യം സംസാരിച്ച് അതിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തണം. അല്ലെങ്കിൽ ഒരു ചോദിച്ച് മനസ്സിലാക്കുക, കുറച്ച് ചോദ്യങ്ങൾ, അതിന് കുറച്ച് ആൻസറുകൾ. ഒരുപാട് വഴികളുണ്ട് ഇതിനൊക്കെ. ഇതോടങ്ങ് തീർന്നു പോവുക അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയി പോകുന്നൊന്നുമില്ല. ഒരു പക്ഷേ പാവം അപ്പുറത്തിരിക്കുന്ന ആ മനുഷ്യനെ അറിയാഞ്ഞിട്ടായിരിക്കാം ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്നുള്ള അവരറിയുന്നത്. നമ്മളെ സ്ത്രീകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ കുറെ കയ്യിൽ നിന്നിട്ടും അല്ലാതെയും ഒക്കെ ആയിട്ട് പറഞ്ഞ് ആകെ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പുറമെ കാണിക്കുന്ന കുറെ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം അപ്പുറത്തുള്ള നമ്മുടെ പാർട്ട്ണർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഒന്നെങ്കിൽ അത് കാണിക്കണം, അല്ലെങ്കിൽ അത് തുറന്ന് പറയണം. ഇത് രണ്ടുമല്ല. നമ്മൾ കയ്യിൽ നിന്ന് എക്സ്പ്രഷൻസ് ഒക്കെ ഇടും, പിന്നെ നമ്മൾ തുറന്ന് സംസാരിക്കുന്നില്ല. അവർക്ക് അത്രയുള്ള, അവർ കൂടുതൽ ചിന്തിക്കുന്ന ആളുകളൊന്നുമല്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് ഇതിലേക്ക്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു ഓഫ്ലൈൻ ആയിട്ടൊക്കെ ഇത് സംസാരിക്കാൻ പറ്റുമോ, ഓൺലൈനിലൊക്കെ ആവുമ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒട്ടും മടിക്കേണ്ടതൊന്നുമില്ല. സെക്സ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നതോ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിൽ ഇതൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ്. ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ്. അപ്പോ മടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. എന്തും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കാം. ഓക്കെ, അപ്പൊ ഏകദേശം ആയില്ലേ? എന്നാലും എന്താണ്, ആർക്കൊന്നും പറയാനില്ലാത്തോണ്ടാട്ടോ ഞാൻ തന്നെ പറഞ്ഞു. ഓക്കെ, ആവാറായി. എന്നാലും ഡൗട്ട് ഇല്ലെങ്കിൽ ഫീഡ്ബാക്ക് എങ്കിലും പറയാ. നമുക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതാണ്. മാമിന്റെ കോണ്ടാക്ട് നമ്പർ. ഓക്കെ, ശ്യാമ കുറെ നേരം കൊണ്ടേ പറയുന്നുണ്ട്, മാമിനെ കാണാൻ അവരുടെ സുഹൃത്തിനെ പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ആണോ? കോണ്ടാക്ട് നമ്പർ ഞാൻ വേണമെങ്കിൽ തരാട്ടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല.
നമ്പർ എങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ട് കൊടുക്കണോ അതോ അല്ലാതെ ഗ്രൂപ്പിലിടണോ? ശ്യാമ ഏത് ഗ്രൂപ്പിലൂടെ മതി. വന്നതാണ്? ഗ്രൂപ്പിലിട്ടേക്കാം. ഓക്കെ ഏതായാലും നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. നല്ലോണം കേട്ടിരുന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ആണുങ്ങളും നല്ലോണം കേൾക്കേണ്ടതായിരുന്നു, പുരുഷന്മാരുണ്ടായിരുന്നെങ്കിൽ കുറേ പറയാനുണ്ടായിരുന്നു. സ്ത്രീകളോടല്ല സത്യത്തിൽ പറയാനുള്ളത്. സ്ത്രീകൾ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിനിപ്പോ പുരുഷന്മാരെ കുറിച്ച് നമുക്ക് കുറച്ച് ഒരു സെഷൻ കൊണ്ടുവരാം. പുരുഷ മനഃശാസ്ത്രം എടുക്കാം നമുക്ക്. എന്നിട്ട് കുറച്ച് സ്ത്രീകൾ ഇരുത്താനുണ്ട്. ഓക്കെ താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. അതെ, നല്ല ക്ലാസ് ആയിരുന്നു. കേട്ടിരുന്നു പോയി. ഇങ്ങനെ എന്താ പല കാര്യങ്ങളും മനസ്സിലായി. ഇങ്ങനെയൊക്കെ ഉണ്ടോ? മാം പറഞ്ഞു ഇവിടെ പുരുഷന്മാരാണ് കേൾക്കാനുള്ളതെന്ന്. നാളെ നമ്മളൊരു അമ്മായിയമ്മയാകാം അല്ലേ? അപ്പൊ നമ്മുടെ വീട്ടില് ഒരു പെൺകുട്ടി കയറി വരാം. അപ്പൊ നമ്മള് ഇതൊക്കെ ഒന്ന് മനസ്സിൽ ഓർമ്മിച്ചു വെച്ചിരിക്കുക. പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പലർക്കും അറിയില്ല ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല. ഞാനൊക്കെ ഫസ്റ്റ് കുട്ടി ഉണ്ടായിരുന്ന സമയം പാതിരാത്രിയൊക്കെ എന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ കരയുമായിരുന്നു, ഉറക്കം കിട്ടാഞ്ഞിട്ട്. ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ഇവരും പ്രായമായവരാണ്, ഹസ്ബൻഡിന്റെ പാരന്റ്സും പ്രായമായവരാണ്. അപ്പൊ അവർക്കും അറിയില്ല. നമ്മളും ഈ പറയുന്ന പോലെ ഒരു കുഞ്ഞിനെ എങ്ങനെ ഇതാക്കണം, ഒരു പാരന്റിങ് എന്താണ് എന്ന് പോലും അറിയാത്ത ആ ഒരു പ്രായത്തിൽ നമുക്കും കുട്ടിയായി. അപ്പോ അതിന് പെട്ടെന്ന് 3 മാസം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. കാരണം ഈ ഉറക്കം ഒഴിഞ്ഞ് ഈ കുഞ്ഞിനെ നോക്കുക. അവിടെ ഈ പറഞ്ഞ പോലെ പ്രായമായവരാണെങ്കിൽ അവർക്ക് വന്നിന്ന് നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു അമ്മായിയമ്മയാകാം. ഇന്ന് മരുമകളായ നമ്മൾ നാളെ ഒരു അമ്മായിയമ്മയാകാം. അപ്പോഴ് നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ചു വെച്ചിരിക്കുക. അത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി അങ്ങോട്ടുള്ള ഒരു തലമുറ എന്ന് പറഞ്ഞാല് നമ്മുടെ ഫാമിലിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന മക്കളൊന്നും അല്ല. അവര് ഒന്നീ ജോലിക്ക് പോകും, ഇല്ലെങ്കിൽ പുറത്തായിരിക്കും. അവര് സെപ്പറേറ്റ് ആവും. വീട് വെച്ചതിന് ശേഷമായിരിക്കും കുട്ടികൾ പലരും കല്യാണം കഴിക്കുന്നവരെ. അങ്ങനെയൊക്കെ അവര് ചിന്തിക്കുന്ന കാലങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയി. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞു. എന്നാൽ ഇതൊക്കെ ഓർമ്മ വെച്ചിരിക്കുക. നമ്മള് സ്ത്രീകളുടെ ശത്രു സ്ത്രീകളാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മളത് തിരുത്തി പറയിക്കുക. സ്ത്രീകളുടെ മിത്രമാണ് സ്ത്രീകൾ എന്നും തിരുത്തി പറയിക്കണം, അല്ലേ? ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് മാത്രമേ കഴിയുള്ളൂ. വേറെ ആരും തിരിച്ചിട്ടും കാര്യമില്ല. സ്ത്രീക്കേ മനസ്സിലാവൂ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, ഇപ്പൊ പീരീഡ്സ് ആവുന്ന സമയത്ത് നിനക്ക് മാത്രമല്ല, ഞങ്ങളൊക്കെ ഇത് അനുഭവിച്ചത് തന്നെ, ഞങ്ങൾക്കും ഇതൊക്കെ ഇങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് മൂലമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത് അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീ മനസ്സിലാക്കുക. അപ്പൊ അതിന് ഒരു സൊല്യൂഷൻ, അതൊക്കെ അങ്ങനെയാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഒന്ന് ഇതാക്കുക. എക്സ്പെക്ട് അമ്മ ശരിയല്ലേ? അതെ, അതങ്ങനെ അല്ല, അവരുടെ സ്റ്റാൻഡിൽ നിന്നും നമ്മളത് മനസ്സിലാക്കിയാൽ പ്രശ്നമില്ല. എന്റെ അമ്മായിയമ്മയൊക്കെ നല്ലൊരു സ്ത്രീയാണ്. പക്ഷെ അവര് പ്രായമായവരാണ്. ഞാനൊക്കെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. ബെഡിലാണ്, ഒരേ കിടപ്പാണ്. അപ്പൊ എന്നെ കുളിപ്പിച്ചു തരുന്നത് വരെ അവര് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും നല്ലൊരു സ്ത്രീയാണ്. അപ്പൊ പിന്നെ അങ്ങനെ അല്ലാത്തവരും ഉണ്ട്, ഉപദ്രവിക്കുന്നവരും ഉണ്ട്. അത് അവര് അനുഭവിച്ചു വന്ന ആ ഒരു മെന്റൽ പാറ്റേൺ അവരുടെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതാണ് അവരെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കുന്നത്. അല്ലാതെ എല്ലാ വ്യക്തികളും പാവമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. അവര് നമ്മളെ മരുമക്കളായിട്ട് കണ്ടാലും നമ്മൾ അമ്മയെപ്പോലെ കണ്ടുകൊണ്ട് തന്നെ സ്നേഹിക്കുക. അപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മാമിന്റെ ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ റിലേറ്റഡ് ആണ് പലതും. നമ്മളിൽ അല്ലെങ്കിലും മറ്റൊരാളിലെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഈ 36ാമത്തെ സെഷൻ നമുക്ക് പുതിയൊരാളാണ്. ഈ പറഞ്ഞ പോലെ നബീല മാമിലൂടെയാണ് ഇപ്പൊ ഫെബിന മാമിനെ ഞാൻ പരിചയപ്പെടുന്നത്. അതുപോലെ എന്നെ ഫെബിന മാം പരിചയപ്പെടുന്നത്. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ കോണ്ടാക്ട് നമ്പർ ചോദിച്ചു. അപ്പൊ ഓരോ വ്യക്തികളിൽ നിന്ന് ഓരോ വ്യക്തികളിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രയാണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മള് നെയിം എന്താ? ഫെബിൻ സുനു അസീദ്. ഫെബിൻ എന്നാണ് പേര്. ഫെബിൻ സുനു അസീദ് ഹസ്ബൻഡിന്റെ പേരാണ്. ഓക്കെ, അപ്പൊ കോഴിക്കോടാണ് നമ്മുടെ സ്ഥാപനം. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ മുമ്പിലായിട്ടാണ് ഞാനൊരു ചെറിയൊരു ക്ലിനിക്ക് നടത്തുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ തന്നെ കൗൺസിലിംഗ്. പിന്നെ
LD ലേണിംഗ് ഡിസബിൾ ആയിട്ടുള്ള കുട്ടികൾക്കുള്ള റെമഡിയേഷൻ ആണ് നമ്മളവിടെ അല്ലാതെ കൊടുക്കുന്നത്. പിന്നെ കുറച്ച് തെറാപ്പി സെഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പോ ഓക്കെ, ഞാന് താങ്ക് യു ഗ്രൂപ്പിൽ മാം. ഇട്ടേക്കാം. പറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാം പറഞ്ഞു തന്നു. പല ഭാഗത്തും ടച്ച് ചെയ്തോടെ മാമിന് ഇനിയും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നുള്ളത് മാമിന്റെ എക്സ്പ്രഷൻ ഒന്ന് മനസ്സിലാവുന്നുണ്ട്. കുറേ ഉണ്ട്. ഏത് അതേപോലെ സെഷൻ നമ്മൾ എടുത്താലും ഒരുപാട് പറയുന്നുണ്ട്. നമ്മൾ ഓരോ ആളുകളെയും മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ ലഭിക്കാറുണ്ട്. ഇപ്പൊ ജാസ്മിൻ പറഞ്ഞതുപോലെ മാമിനെ പരിചയപ്പെട്ടു, മാമിനെ പുതിയൊരാൾ പരിചയപ്പെട്ടു, അങ്ങനെ കണക്റ്റഡ് ആയിട്ട് പോവുകയാണല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ജാസ്മിൻ മാം വിംബിളിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്. ആ, ഞാൻ വിംബിളിലുണ്ട്. ആണോ? ആ, ഞാൻ അല്ലാതെ നിങ്ങളുടെ ചെറിയ ചെറിയ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. കോഴ്സ് നമ്മുടെ ഇതിൽ ക്ലബിലില്ലല്ലോ, മറ്റേ ട്രെയിനേഴ്സ് ക്ലബിലില്ലല്ലോ. ഇല്ല ഇല്ല. ട്രെയിനേഴ്സ് ക്ലബ്ബ് അവിടുന്ന് ട്രെയിൻ ദ ട്രെയിനർ കോഴ്സ് പാസ്സായി ഇറങ്ങിയവർക്കുള്ളത്. അതെ, ഞാൻ ട്രെയിൻ ദ ട്രെയിനേഴ്സ് വേറെ ചെയ്തതാ, വേറെ ഇതിന്റെ രീതിയിലാണ് ചെയ്തത്. നല്ല കണ്ട് പരിചയം തോന്നുന്നുണ്ട്. EFT ആണ് മെയിൻ ആയിട്ട്. ഞാനും ഫെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ഒരുമിച്ചല്ലേ ഫെറ്റ് ചെയ്തത്? അതെ അതെ, ഫെറ്റ് നമ്മൾ ഒരുമിച്ചാണ് ചെയ്തത്. പിന്നെ ഞാൻ EFT പ്ലാറ്റ്ഫോമിലാണ്, EFTയിലെ ആണ് ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. EFT ആരുടെ അടുത്തെന്നാ പഠിച്ചേ? റഫീഖ് സാറിന്റെ. ഞാൻ സാറിന്റെ ട്രെയിനറാണ്. സ്ക്രിപ്റ്റ് മേക്കിംഗ് ഉണ്ടോ സാർ? സ്ക്രിപ്റ്റ് മേക്കിംഗ് കൊടുക്കുന്നുണ്ടോ? EFTയിൽ ഇല്ല, നമ്മള് സ്ക്രിപ്റ്റ് ഇല്ലല്ലോ. സ്ക്രിപ്റ്റ് മേക്കിംഗ് ചെയ്താല് നമുക്ക് ടാപ്പ് ചെയ്യാതെ തന്നെ ചിലർക്ക് പെട്ടെന്ന് റെഡിയാവും. ചെയ്യാതെ എനിക്ക് അഡ്വാൻസിൽ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇല്ല, അഡ്വാൻസിൽ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പക്ഷേ സ്ക്രിപ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഫ്രീ ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാമിനെ കണ്ടപ്പോ എനിക്ക് അതില് കണ്ടിട്ടുണ്ടല്ലോ എന്ന് എന്റെ സംശയമാണോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ശരി എന്നുള്ളത് ആ ആള് തന്നെയാണിത്. മോർണിംഗ് ക്ലാസ് എടുക്കാറുണ്ട് ഞാൻ അതില്, EFTയില്. എനിക്ക് അങ്ങനെ എന്തോ റെബ് സാറിന്റെ ഏതോ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. എങ്ങനെ കണ്ടു നല്ല പരിചയമുണ്ട്. ശബ്ദവും നല്ല. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഓരോ സെഷനും കഴിയുമ്പോൾ ഞാനിവിടെ നമ്മുടെ ഒരു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു ഇത് ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടല്ലോ. അതാണ്ട് കണ്ടോ? ഇത് ഇത്രയും നമ്മൾ എടുത്ത ക്ലാസ്സുകളാണ് യൂട്യൂബിൽ കിടക്കുന്നതാണ്. ഇതിപ്പോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ രോമാഞ്ചം വരിക. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് മാമിൻ്റെതായിരിക്കും. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. അപ്പോ ലാസ്റ്റ് ക്ലാസ്സിന് ഇപ്പൊ മാമിൻ്റെതായിരിക്കും വന്നിങ്ങനെ കിടക്കുന്നത്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ചു. നല്ലൊരു ജേണി ഇങ്ങനെ നമ്മൾ നല്ല ഹാപ്പിനെസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു എന്താ പറയാ, ഈ പറഞ്ഞ പോലെ പീരീഡ്സ് ആയി ഫസ്റ്റ് ഡേയിൽ തന്നെ വലിയ ഒരു ബുദ്ധിമുട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്ന സമയത്താണ് നമുക്ക് ഈ ക്ലാസ്സിന്റെ ഈ ഒരു ടൈം ഈ ഒരേപോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തന്നെ നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് എപ്പോഴും നമ്മൾ എന്തെങ്കിലും എൻഗേജ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ കൊണ്ടൊരു സമാധാനം കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ തന്നെ ഇപ്പോഴൊക്കെ ഉറങ്ങുന്ന ടൈം ആയിരിക്കും പലരും. പക്ഷെ ആ ഒരു സമയത്ത് പോലും വന്ന് ഇരുന്നിട്ട് ഇത് കേൾക്കാന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. പിങ്ക് ജോബ് എന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. അതിൽ വരും. ജംഷീന യൂട്യൂബ് ചാനൽ പിങ്ക് ജോബ് എന്ന് അടിച്ചാൽ മതി, വരും. ഇതിലുണ്ട് ക്ലാസ്സുകൾ നമ്മുടെ നാപ്കിന്റെ ആ ഒരു പരസ്യമൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. അതുപോലെ പിങ്ക് ജോബിനും നബില മാമിനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ക്ലാസ് എടുക്കാൻ വന്ന മാമിനും ഒക്കെ വളരെയധികം നന്ദിയുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിനും അതുപോലെ ഇന്ന് ക്ലാസ് എടുത്തതിനും ഒക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം.